ഒരു ദിവസത്തെ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സ്വന്തം ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾ കേൾക്കുമ്പോൾ വിചിത്രമെന്ന് തോന്നാം, പക്ഷേ യാഥാർത്ഥ്യമാണ്. അടുത്ത വർഷത്തോടുകൂടി സാമ്പത്തികാവസ്ഥയിൽ ജപ്പാനെ മറികടക്കാൻ പോകുന്ന ഇന്ത്യയിലാണ് ഈ ദുരവസ്ഥ. മഹാരാഷ്ട്രയിലെ ബീഡിൽ കരിമ്പ് പാടത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തെ ജോലി നഷ്ടപ്പെടുകയെന്നാൽ തൻ്റെയും കുടുംബത്തിൻ്റെയും ഒരു ദിവസത്തെ അന്നം ഇല്ലാതാകുക എന്നതുകൂടിയാണ്. അതിൽ നിന്ന് രക്ഷ നേടാൻ അവർ കണ്ടെത്തിയ മാർഗമാണ് ഗർഭപാത്രം നീക്കം ചെയ്യൽ. അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് വെറുതെയെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഭീകരമായ അവസ്ഥയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്ര ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഏതു മനുഷ്യനെയും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുണ്ടായത്. കരിമ്പ് തൊഴിലാളികളുടെ ജില്ല എന്നാണ് മഹാരാഷ്ട്രയിലെ ബീഡ് അറിയപ്പെടുന്നത്. ഓരോ വർഷവും മഹാരാഷ്ട്ര, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി പേരാണ് ഈ ജില്ലയിലേക്ക് കരിമ്പ് പണിക്കായി കുടിയേറുന്നത്. അവർക്കിടയിലാണ് ആരോഗ്യവകുപ്പ് പഠനം നടത്തിയത്. അതുപ്രകാരം ഇതുവരെ 843 സ്ത്രീകൾക്കാണ് ജോലി ലഭിക്കാൻ വേണ്ടി മാത്രം ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വന്നത്. ഗർഭപാത്രം നീക്കം ചെയ്യുന്നത് എന്തിനാണെന്ന് ഒരുപക്ഷെ ചിലർക്കെങ്കിലും സംശയം തോന്നാം. അതും കൂടി വിശദീകരിക്കാം. എല്ലാ വർഷവും ഏകദേശം 1.75 ലക്ഷം തൊഴിലാളികൾ കരിമ്പ് വിളവെടുപ്പിനായി ബീഡിലേക്ക് കുടിയേറുന്നുണ്ട്. ഇതിൽ 78,000 പേർ സ്ത്രീകളാണെന്നാണ് കണക്ക്. പലരും കുടുംബവുമായിട്ടാണ് തൊഴിൽ തേടിയെത്തുന്നത്. അവരിൽ ഭാര്യയെയും ഭർത്താവിനെയും ഒറ്റ യൂണിറ്റായി കണക്കാക്കിയാണ് കോൺട്രാക്ടർമാർ പണം നൽകുക. 1 ടൺ കരിമ്പ് വെട്ടുന്നതിന് 250 രൂപയാണ് കൂലി. അതായത് 1000 രൂപയെങ്കിലും കിട്ടണമെങ്കിൽ ഒരു ദിവസം 4000 കിലോ കരിമ്പ് വെട്ടേണ്ടി വരും. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ വിളവെടുപ്പ് നടത്താനാണ് കോൺട്രാക്ടർമാർ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ പണിക്കെത്തുന്നവരിൽ ആരും ഒരു ദിവസത്തേക്കെങ്കിലും മുടങ്ങാൻ അവർ അനുവദിക്കില്ല. ഒരു ദിവസം പണിക്ക് വന്നില്ലെങ്കിൽ 500 രൂപയാണ് തൊഴിലാളികളിൽ നിന്ന് കോൺട്രാക്ടർമാർ പിഴ ഈടാക്കുക. അതൊരു സാധാരണ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും സാധിക്കാത്തതാണ്. വനിതാ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസവും ഉണ്ടാകുന്ന ആർത്തവം കടുത്ത ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. ആ ദിവസങ്ങളിൽ ജോലി ചെയ്യുക എന്നതും വലിയ പ്രയാസമാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് 1-2 ദിവസത്തെ ശമ്പളം നഷ്ടമാകുന്നു. ഈ പ്രശ്നത്തെ മറികടക്കാനാണ് ബീഡിലെ കരിമ്പ് തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ ഗർഭപാത്രം നീക്കം ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ ആർത്തവം ഉണ്ടാവുകയുമില്ല, ജോലി മുടങ്ങുകയുമില്ല എന്നവർ കണക്കുകൂട്ടുന്നു. അത്തരം വനിതാ തൊഴിലാളികളെയാണ് കോൺട്രാക്ടർമാർക്കും താല്പര്യം. ആർത്തവ ദിനങ്ങളിൽ ജോലി ചെയ്യാതിരുന്നാൽ ഒരു ദിവസത്തെ കൂലി നഷ്ടമാകുന്നത് തങ്ങൾക്ക് താങ്ങാനാവില്ല എന്നാണ് സ്ത്രീകൾ പറയുന്നത്. ഒരു ദിവസം നിശ്ചിത കരിമ്പ് വെട്ടണമെന്ന ടാർഗറ്റും ഉണ്ട്. 30-നും 35-നും ഇടയിൽ പ്രായമുള്ളവരാണ് ഗർഭപാത്രം നീക്കം ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും. പലരും ശസ്ത്രക്രിയയ്ക്ക് വിധേയരായത് സർക്കാർ ഡോക്ടർമാരുടെ സമ്മതത്തോടെയാണെന്നും ആരോപണമുണ്ട്. സർക്കാർ ഡോക്ടർമാരുടെ അനുമതിയോടെ 279 ശസ്ത്രക്രിയകൾ സ്വകാര്യമായി നടത്തിയതായി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു. ഒരു ദിവസത്തെ അന്നത്തിനായി സ്വന്തം ശരീരത്തെ തന്നെ ബലി കൊടുക്കേണ്ടി വരിക എന്ന ഏറ്റവും ദുരിതപൂർണമായ അവസ്ഥയാണ് ബീഡിലെ കരിമ്പ് തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്നത്. ജീവിക്കാൻ വേണ്ടി കുടുംബത്തെ പോറ്റാൻ ഒരു മനുഷ്യന് കടന്നു പോകേണ്ടി വരുന്ന ചൂഷണങ്ങളുടെ നേർക്കാഴ്ച കൂടിയാണ് ബീഡിലേത്. അതിനു പുറമെ ഗർഭിണികളായ സ്ത്രീകളും ഈ കരിമ്പിൻ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. ദാരിദ്ര്യമാണ് ഏത് അപകടകരമായ സാഹചര്യത്തിലും സ്വന്തം ശരീരം പോലും വിലവെക്കാതെ പണിയെടുക്കാൻ ഈ തൊഴിലാളി സ്ത്രീകളെ നിർബന്ധിതരാക്കുന്നത്. ബീഡിലെ തൊഴിൽ ചൂഷണത്തെക്കുറിച്ച് ഇതിനു മുമ്പും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. 2020 ഫെബ്രുവരിയിൽ ഓക്സ്ഫാം പുറത്തുവിട്ട റിപ്പോർട്ടിലും മഹാരാഷ്ട്രയിലെ കരിമ്പിൻ തോട്ടങ്ങളിൽ നടക്കുന്ന ചൂഷണങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. എന്നിട്ടും ഈ മനുഷ്യത്വ വിരുദ്ധമായ ചൂഷണങ്ങൾ അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വരുമ്പോൾ രാജ്യത്തെ സർക്കാർ സംവിധാനങ്ങൾ കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്.